ഇത് മതഭരണത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്. അത് പുറത്ത് പറയുക തന്നെ ചെയ്യണം. കാരണം അല്ലാതെ അത് അങ്ങനെയല്ല, അത് ഡിമിസ്റ്റിഫൈ ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഈ പറയുന്ന നേതാക്കൾ അവരുടെ വ്യക്തിപരമായ ഒരു താല്പര്യം മുൻനിർത്തി പല നേതാക്കളെയും കാണേണ്ടി വരും. കാരണം മുഖ്യമന്ത്രിയെ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ നേതാവ് മാത്രമല്ല, അദ്ദേഹം SNDPയുടെ നേതാവാണ്. അദ്ദേഹം പോയി സന്ദർശിച്ചു. സ്വാഭാവികമായിട്ടും അദ്ദേഹം വരണ്ടെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കും. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പ്രതിനിധിയാണ്, അദ്ദേഹം എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അതാണല്ലോ ഭരണഘടനയിൽ പറയുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് പറയുന്ന കാര്യം അതല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് ദുരുദ്ദേശപരമാണെന്ന് പറയേണ്ടി വരും. വർഗീയ ചേരിതിരിവിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇത്തരക്കാർക്ക് പിന്നിൽ നിൽക്കുന്നത്. കാരണം ജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ മാത്രമാണ്, അതായത് UDF ജയിക്കാൻ കാരണം ഞങ്ങൾ മാത്രമാണെന്നുള്ള ആ വ്യാഖ്യാനം വളരെ അപകടകരമായുള്ള ഒരു വ്യാഖ്യാനമാണ്. അങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല. എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് കിട്ടിയത് കൊണ്ടാണ് UDFന് 102 സീറ്റ് ലഭിച്ചത്. പിണറായി വിരുദ്ധത, പിണറായിക്കെതിരെയുള്ള ഒരു വിരോധം, അത് കൃത്യമായിട്ട് ബാലറ്റിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പ്രകടമായി എന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പോൾ പയ്യന്നൂർ പോലത്തെ ഒരു മണ്ഡലം, പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹിന്ദു ജനസംഖ്യാ ശതമാനമുള്ള മണ്ഡലങ്ങളിലൊന്നാണ്. എനിക്ക് തോന്നുന്നു 75% ഹിന്ദുക്കളുള്ള ഒരു മണ്ഡലമാണ് പയ്യന്നൂർ. അവിടെ എത്ര മികച്ച രീതിയിലുള്ളൊരു വിജയമാണ് CPM വിമതനായുള്ള കുഞ്ഞികൃഷ്ണൻ നേടിയത്. അദ്ദേഹം മുസ്ലിങ്ങളുടെ വോട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വോട്ട് മാത്രം വാങ്ങിയിട്ടാണോ അവിടെ ജയിച്ചിരിക്കുന്നത്? അങ്ങനെ എത്ര എക്സാമ്പിൾസ്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തെ ഒരു പ്രത്യേക തൊഴുത്തിൽ കെട്ടാൻ നോക്കുന്നത് വളരെ ദുരുദ്ദേശപരമായുള്ള ഒരു സംഭവം തന്നെയാണ്.